മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എന്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കിഡിലം അപ്ഡേറ്റ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് ഏറ്റവും കുറഞ്ഞ സാലറി ഉള്ളവർക്കും ഏറ്റവും കുറവ് സിബിൽ ഉള്ളവർക്കും നെഗറ്റീവ് സിബിൽ ഉള്ളവർക്കും ലോൺ കൊടുക്കുന്ന ഒരു കിഡിലം NBFC RBI അപ്രൂവ്ഡ് NBFC ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും എന്നോട് മെസ്സേജ് വഴി ചോദിച്ചിട്ടുണ്ട്, സർ ഇത് RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻ ആണോ? പേര് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല, അങ്ങനെ ഒരുപാട് ഡൗട്ട്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായി പറയുകയാണ്, ഈ ഒരു ആപ്പ് എന്താ പറയുന്നത് 100% RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ കുറച്ച് നെഗറ്റീവ് മീൻസ് എന്താ പറയുന്നത് കുറച്ച് നെഗറ്റീവ് ഉണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞു തരാൻ വഴിയേ എവിടെയും ആർക്കും കിട്ടാത്ത ലോൺ അതായത് ഒരു NBFCയും ഒരു ബാങ്ക് പോലും കൊടുക്കാത്ത ആൾക്കാർക്ക് ഇവിടെ നിന്ന് ലോൺ കൊടുക്കുന്നതായിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് നമുക്കൊരു ഇൻഫർമേഷൻ പറയാനുള്ളത്, നമ്മുടെ ട്രൂ ബാലൻസിൽ ഇപ്പോൾ ലോൺ ലഭിക്കുന്നത് പണ്ടത്തെ കാട്ടിയും കുറച്ച് എന്താ പറയുക ഡബിൾ ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം. അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസും മറ്റു കാര്യങ്ങളെല്ലാം കുറച്ചിട്ടുണ്ട്. പല പല ഫിനാൻസും അവർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ അവരുടെ ഇന്റർഫേസ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അത് പോട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് RBI അപ്രൂവ്ഡ് ഒരു കിഡിലം NBFC ആണ്. അപ്പോൾ ഇവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഞാൻ പറഞ്ഞുതരാം. ലോൺ എമൗണ്ട് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെ കിട്ടും. 100% ഇത് ഡിജിറ്റൽ പ്രോസസ് ആണ്. ഒരു 5 മിനിറ്റ്, അവർ പറയുന്ന 5 മിനിറ്റ് ആണെങ്കിലും അരമണിക്കൂറിൽ തന്നെ നിങ്ങൾക്ക് ഇത് ലോൺ അപ്രൂവൽ ആകും. നമ്മൾ ഒരുപാട് ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോ അല്ലെങ്കിൽ ഇന്ത്യയിലായിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ മിക്കുള്ള ആൾക്കാർക്കും ഏതെങ്കിലും ഒരു സിബിലിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും ഇവർ ചെയ്യും. ഇവർ പറയുന്ന സിബിൽ സ്കോർ മിനിമം 525 ആണ്. പിന്നെ നെഗറ്റീവ് സിബിൽ സ്കോർ ഉള്ള ഏറ്റവും കൂടുതൽ ഇഷ്യൂ വരുന്നത് ഈ നെഗറ്റീവ് സിബിൽ ഉള്ളവർക്കാണ്. നെഗറ്റീവ് സിബിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെ ബാങ്കുമായിട്ട് ഒരു ധനകാര്യ സ്ഥാപനവുമായിട്ടും ഒരു ഫിനാൻഷ്യൽ ബന്ധവും ഇല്ലാത്തതാണ് -1 സിബിൽ സ്കോർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാർ ലോൺ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ബിസിനസ് ലോൺ, ഹോം ലോൺ അഗേൻസ്റ്റ് പ്രോപ്പർട്ടി അത് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നല്ല ഉദ്ദേശിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. ബാങ്കുമായിട്ട് ഒരു ട്രാൻസാക്ഷൻ ഇല്ല, മനസ്സിലായില്ലേ? ഒരു ലോണുമായിട്ട് എടുത്ത് ഒരു എക്സ്പീരിയൻസ് ഇല്ല. അതാണ് -1 സിബിൽ സ്കോർ എന്ന് പറയുന്നത്. ചില ബാങ്കുകാർ -1 സിബിൽ സ്കോർ ഉള്ളവർക്ക് ലോൺ കൊടുക്കും, ചില ബാങ്കുകാർ കൊടുക്കില്ല. ഓക്കെ, ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ ദിവസം തന്നെ നിങ്ങൾക്ക് ഇത് അപ്രൂവൽ ആയി കിട്ടും. അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു 10-25 സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇതിൽ ഫോഴ്സ് ക്ലോസ് ചാർജസ് ഇല്ല. അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ കൂടുതൽ കിട്ടിയാൽ നമുക്ക് ഇത് ഒരുമിച്ച് അടയ്ക്കാം. മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം ഒരു ഫോഴ്സ് ക്ലോസിംഗ് ഫീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 5%, 3%, 4% GST കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ GST കാര്യങ്ങളോ കട്ടിംഗ് ഒന്നുമില്ല. നിങ്ങളെ പൈസ കിട്ടുന്നതനുസരിച്ച് ഇവിടെ നിങ്ങൾക്ക് ലോൺ അടയ്ക്കാം. പിന്നെ ഇതിന്റെ നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇവര് പ്രോസസിംഗ് ചാർജ് ഈടാക്കുന്നത് 8% ആണ്. അതായത് 50,000 രൂപ എടുക്കുകയാണെങ്കിൽ 4,000 രൂപ പ്രോസസിംഗ് ചാർജ് പോകും. 1 ലക്ഷം രൂപയാണെങ്കിൽ ഏകദേശം 8,000 രൂപയോളം പ്രോസസിംഗ് ചാർജ് പോകും. അപ്പൊ എനിക്ക് നോക്കിയിട്ട് ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നത് ആ ഒരു എന്താ പറയുന്നത് പ്രോസസിംഗ് ചാർജിന്റെ ആ ഒരു സെക്ഷനിൽ മാത്രമാണ്. ഇനി ഇത് കിട്ടുന്നത്, ലോൺ ലഭിക്കുന്നത് 21 വയസ്സ് മുതൽ 58 വയസ്സ് വരെ ഉള്ളവർക്കായിരിക്കും ഈ ലോൺ ലഭിക്കുന്നത്. അതുപോലെ തന്നെ മിനിമം സാലറി 15,000 രൂപ മിനിമം സാലറി വേണം. ക്രെഡിറ്റ് സ്കോർ പറഞ്ഞിരിക്കുന്നത് 525 ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ന്യൂ ടു ബ്യൂറോ അല്ലെങ്കിൽ പുതിയ -1 സിബിൽ സ്കോർ ഉള്ളവർക്കും ഇവർ ലോൺ ചെയ്യുന്നതാണ്. ഡോക്യുമെന്റ് വേണ്ടത് ആധാർ കാർഡ്, പാൻ കാർഡ്, ജസ്റ്റ് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതേപോലെ തന്നെ ട്രൂ ബാലൻസിന്റെയും കൊടുത്തിരിക്കാം. നിങ്ങൾ ആവശ്യമുള്ളവർ മാത്രം അത് ചെക്ക് ചെയ്ത് നോക്കുക, അത്യാവശ്യക്കാരും മാത്രം. അല്ലാതെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കട്ടെ ഒന്ന് എടുത്തുകളെന്നൊന്നും പറഞ്ഞ് എടുക്കരുത് ദയവ് ചെയ്ത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഫിനാൻഷ്യൽ കേസൊന്നും ബാങ്കുകൾ നമ്മുടെ സുഖത്തിനല്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവരുടെ പലിശയ്ക്കും മറ്റു കാര്യങ്ങൾക്കും അവരുടെ ആ ഒരു പ്രോഫിറ്റിന് വേണ്ടിയാണ് ഈ ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. ഓക്കെ, അല്ലാതെ നമ്മളെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ടല്ല. എൻ്റെ അറിവിൽ ഒരു 15 പേര് ലോൺ എടുക്കുമെങ്കിൽ അതിൽ ഒരു 2-3 പേര് മാത്രമേ ലോൺ എടുത്ത് രക്ഷപ്പെട്ടിട്ടുള്ളൂ, മനസ്സിലല്ലേ? ബാക്കി എല്ലാവരും കടം അടച്ച് അവരുടെ എന്താ പറയുന്നത് കഴിവിന്റെ പരമാവധി പൈസയും ലോണിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ ലോണോ ഫിനാൻഷ്യൽ ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കുക.
അപ്പോൾ മീൻസ് ആപ്ലിക്കേഷൻ്റെ പേര് ടോപ്പ് ഫോർ ക്രെഡിറ്റ് എന്നാണ്. ഇത് പല ആൾക്കാരും എന്നോട് മീൻസ് വ്യാജ ലോൺ ആപ്പണെന്ന് പറഞ്ഞ് ചോദിച്ച് എന്നോട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വ്യാജനൊന്നുമല്ല, കിഡിലും NBFC ആണ്, ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ട്രൂ ബാലൻസിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒരുവിധം അടച്ചു പോകുന്ന ആൾക്കാർക്ക് എല്ലാവരും ലോൺ കൊടുക്കും. ഇപ്പോൾ അവരുടെ ഇന്റർഫേസിൽ സിബിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങളുടെ സിബിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതായത് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വരുത്തിയാൽ അവരത് റിജക്ട് ചെയ്യും കേട്ടോ. അപ്പൊ അങ്ങനെ ചെറിയ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വാട്സപ്പിൽ ചോദിക്കാം. ഞാൻ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിരിക്കാം. വാട്സപ്പിൽ മെസ്സേജോ അല്ലെങ്കിൽ വോയിസ് നോട്ടോ വിടുക, അല്ലാതെ കോൾ ചെയ്യരുത്, എനിക്ക് എടുക്കാൻ എപ്പോഴും പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ലോൺ ആപ്ലിക്കേഷൻ ടോപ്പ് ഫോർ ക്രെഡിറ്റ് ചെക്ക് ചെയ്തതിനു ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, ഇപ്പോൾ ബാങ്കുകളിൽ നിന്നെല്ലാം നമുക്ക് ലോൺ വേണമെങ്കിൽ 25, 30, 35 സാലറിയാണ് ചോദിക്കുന്നത്. പിന്നെ പല പല ഡിമാൻഡുകൾ അവർ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിലുപരി ഈ ഒരു ആപ്ലിക്കേഷൻ, ഈ ടോപ്പ് ഫോർ ക്രെഡിറ്റ് എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലോൺ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.